വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നന്നായി വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നവരായി മാറിയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട മുതൽക്കൂട്ട് കാണുവാനും ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളെല്ലാം ഇത്തരത്തിലുള്ള രീതി കാത്തു സൂക്ഷിച്ചവരാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലും വിശ്വചരിത്രാവലോകനവും എല്ലാം ഇത്തരമൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ്. കേരളത്തിൽ VMSൻ്റെ തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ, സ്വാതന്ത്ര്യസമര ചരിത്രം ഉൾപ്പെടെ ഈ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രൂപപ്പെട്ട് വന്നത്. സ്വരാജ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഫലപ്രദമായി നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നല്ല പോലെ ആ മണ്ഡലവും കേരളവും അദ്ദേഹത്തെ അംഗീകരിച്ചു. എന്നാൽ ചില ബുദ്ധിജീവികളും UDF എടുത്ത നിലപാട് വളരെ വിചിത്രമാണ്. നിലമ്പൂരിൽ അവിടുത്തെ നിലപാട് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് മഹാ അപരാധമാണ് എന്ന നിലയിൽ UDFും ഞാൻ ഈ പറഞ്ഞ വിഭാഗം ആളുകളും സാംസ്കാരിക കേരളത്തിൽ തന്നെ അപമാനം സൃഷ്ടിക്കുന്ന ക്യാമ്പയിനാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിലാകമാനം സംസ്കാരത്തെയും വായനയെയും കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ചില പ്രൊഫസർമാർ ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞു കേട്ടപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം എത്രത്തോളമാണ് സാംസ്കാരിക മേഖലയെ അപഹാസ്യമാക്കുന്ന രീതിയിൽ ഇവരുടെ ഇടപെടൽ എന്നത് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. UDFൻ്റെ പ്രമുഖ നേതാക്കളും ഞാൻ ഈ പറഞ്ഞ ബുദ്ധിജീവികളെ വായനയെയും അതുപോലെ തന്നെ എഴുത്തിനെയും എന്താ പ്രയോജനം എന്ന ചോദ്യം അതേപോലെ UDFൻ്റെ പ്രമുഖ നേതാക്കളും ഏറ്റുപിടിച്ചു എന്നുള്ളത് ഏത് കേരളത്തെയാണ് ഇവർക്ക് താല്പര്യം എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ സാംസ്കാരിക കേരളം ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിരവധി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സജീവമായി അവരുടെ സാന്നിധ്യം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സ്വരാജിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളെ ശക്തിയായി എതിർത്തുകൊണ്ട് തന്നെയാണ് ഇവരും എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആഴത്തിലുള്ള ചർച്ചയും ഫലപ്രദമായ ക്യാമ്പയിനുമാണ്.
രണ്ട്, കേരളത്തിൻ്റെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട നവകേരളത്തെ പറ്റിയുള്ള ചർച്ചയാണ്. LDF സർക്കാർ വലിയ തോതിലുള്ള വികസനം കേരളത്തിനാകമാനവും നിലമ്പൂരും സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നോക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടെ ഇത് നടത്തുന്നതിന്, വികസന പ്രവർത്തനം നടത്തുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതാണ് ഈ തിരഞ്ഞെടുപ്പ് ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം.